ഹലോ നമസ്കാരം. എല്ലാവർക്കും നന്മ മാത്രം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ടാലിയിൽ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് വാറ്റ് പ്ലസ് അൾട്ടർനേറ്റ് യൂണിറ്റ്. വാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ സമ്മിൽ പഠിച്ചതായിരുന്നു വാറ്റിനെ കുറിച്ച്. എന്നാൽ ഈ സമ്മിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാറ്റ് റീഫണ്ടബിൾ ആണ്. കഴിഞ്ഞ സമ്മിൽ നമ്മൾ വാറ്റ് പേബിൾ ആയിരുന്നു പഠിച്ചിരുന്നത്. എന്നാൽ ഈ സമ്മിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വാറ്റ് റീഫണ്ടബിൾ ആയിട്ട് വരുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരെയും നൗഫൽ KMG എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളപ്പോൾ ആസ് യൂഷ്വൽ ചെയ്യുന്നത് പോലെ നമുക്ക് ആദ്യം ഓപ്പണിംഗ് ബാലൻസ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി അക്കൗണ്ടിങ് ഇൻഫോയിൽ പോയി ലെഡ്ജറിൽ നമ്മൾ സിംഗിൾ ലെഡ്ജർ ക്രിയേറ്റ് ഇതിൽ പോയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് എല്ലാം എല്ലാവർക്കും നന്നായിട്ട് അറിയുന്നത് കൊണ്ട് ഞാൻ കുറച്ച് സ്പീഡിലായിട്ടാണ് പോകുന്നത്. വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും ഇതിനെക്കുറിച്ച് പറയുന്നില്ല. ഓപ്പണിംഗ് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ലെഡ്ജർ കൊടുക്കുക, ലെഡ്ജർ നെയിം കൊടുക്കുക, ലെഡ്ജർ അണ്ടർ സെലക്ട് ചെയ്യുക, അതുപോലെ ഓപ്പണിംഗ് ബാലൻസ് അമൗണ്ട് ടൈപ്പ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളെ നമ്മളിതിൽ കൊടുക്കുന്നുള്ളൂ. അത് കറക്റ്റായിട്ട് അതിൻ്റെ പൊസിഷനിൽ വരുന്നുണ്ടോ എന്ന് മാത്രം ചെക്ക് ചെയ്യുക. അതായത് ക്രെഡിറ്റിൽ കൊടുക്കുന്ന അണ്ടർ ക്രെഡിറ്റിൽ സെലക്ട് ചെയ്യുന്നതിനൊക്കെ ഇവിടെ നമുക്ക് ക്രെഡിറ്റിലായിട്ടാണോ അതിൻ്റെ അമൗണ്ട് വരുന്നത് എന്ന് മാത്രം നമ്മൾ നോക്കുക. ഇനി നെക്സ്റ്റ് കനറ ബാങ്ക് ഓടി. ഇത് നമുക്കൊരു സൺഡ്രി ക്രെഡിറ്റേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ വൈറ്റ് എൽഡേഴ്സ് ആണ് സൺഡ്രി ക്രെഡിറ്റേഴ്സ്. വൈറ്റ് എൽഡേഴ്സ് ആൻഡ് കോ സൺഡ്രി ക്രെഡിറ്റേഴ്സിന് കൊടുക്കുക. മെയിൻ ബാലൻസ് ബിൽ ബൈ ബില്ല് എസ്സിലായിരിക്കണം, ശ്രദ്ധിക്കണം. അപ്പോൾ ഇതോടെ നമ്മൾ ക്രെഡിറ്റ് അമൗണ്ട് ക്ലിയറായി വന്നിട്ടുണ്ട്. ഇനി ഇതേപോലെ അസറ്റ് വാല്യൂ കൊടുക്കുക. അപ്പോൾ അതിന് നമുക്ക് ക്യാഷാണ് ആദ്യം തന്നിട്ടുള്ളത്. ക്യാഷിൻ്റെ വാല്യൂ കൊടുക്കണതിന് പേജപ്പ് കൊടുക്കുക. ക്യാഷ് വരുന്നവരെ പേജപ്പ് കൊടുക്കുക. ബാങ്ക് അസറ്റുകൾ ഓരോന്നോരോന്നായിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ക്ലിയറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഐറ്റം ക്രിയേഷനിലേക്കാണ്. എസ്കേപ്പ് കൊടുക്കുക, ഇൻവെൻറ്ററി ഇൻഫോയിലേക്ക് വരിക. ആദ്യം നമുക്ക് സ്റ്റോക്ക് ഗ്രൂപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ സ്റ്റോക്ക് ഗ്രൂപ്പ് ചെയ്യാം. SPX ഒരു ഗ്രൂപ്പ് ഉണ്ട്, പിന്നെ JHX ഞാൻ രണ്ട് ഗ്രൂപ്പുകളുള്ളത്. രണ്ടും ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നമുക്ക് യൂണിറ്റ് ചെയ്യാം.
അല്ല ഇങ്ങനെ ചെയ്യുന്നതിന് പകരം നമുക്ക് നേരെ സ്റ്റോക്ക് ഐറ്റത്തിൽ പോയിട്ടും ചെയ്യാം. നമ്മളിനി ഇങ്ങനെ ചെയ്യാം, കാരണം നമ്മളിപ്പോൾ കുറച്ചൊക്കെ അഡ്വാൻസ് ഒരു മീഡിയേറ്റർ ലെവലിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഐറ്റം ക്രിയേഷനൊക്കെ നേരെ അഡ്വാൻസ് ലെവലായിട്ട് തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം ഐറ്റത്തിൻ്റെ നെയിം അവിടെ ടൈപ്പ് ചെയ്യാം, ലെക്സ്. ഇനി അതിൻ്റെ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക, SPX. പിന്നെ യൂണിറ്റ് നമ്മൾ ചെയ്തില്ലായിരുന്നു. യൂണിറ്റ് നമുക്ക് ഇവിടെ യൂണിറ്റ് എന്നുള്ളിടത്ത് 10 നോസ് പെർ ബോക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. ആ മുകളിലുള്ളതാണ് ഫസ്റ്റ് വരുന്നതാണ് യൂണിറ്റ്, രണ്ടാമത് വരുന്നതാണ് ആൾട്ടർനേറ്റ് യൂണിറ്റ്. അപ്പോൾ ആദ്യം നമുക്ക് യൂണിറ്റ് ചെയ്യാം, നോസ് തന്നെയാണ്. ഇനി ആൾട്ടർനേറ്റ് യൂണിറ്റിൻ്റെ ഓപ്ഷൻ വരുന്നില്ല, നമുക്കറിയാമല്ലോ എങ്ങനെ ഓൺ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആൾട്ടർനേറ്റ് യൂണിറ്റിൻ്റെ ഓപ്ഷൻ വരാൻ വേണ്ടിയിട്ട് F12 പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണാം യൂസ് ആൾട്ടർനേറ്റ് യൂണിറ്റ് ഫോർ സ്റ്റോക്ക് ഐറ്റം, അതിന് എസ് കൊടുക്കുക, എൻ്റർ ചെയ്യുക. അപ്പോൾ നമുക്ക് താഴെ ആൾട്ടർനേറ്റ് യൂണിറ്റും കാണാൻ കഴിയും. അവിടെ വെച്ചിട്ട് Alt+C യൂസ് ചെയ്യുക. അവിടെ നമ്മൾ ബോക്സ് എന്നാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബോക്സ് എന്ന് ടൈപ്പ് ചെയ്യുക. ഫോർമൽ നെയിം നമുക്ക് വേണം ബോക്സസ് എന്ന് കൊടുക്കാം, എന്നിട്ട് സേവ് ചെയ്യുക. ഇനി ഒരു ബോക്സ് എന്ന് പറയുന്നത് എത്ര നോസ് ആണെന്നുള്ളത് കൊടുക്കുക. ചെറിയൊരു എഡിറ്റിംഗ് ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ റിട്ടേൺ വന്നതാണ്. 1 ബോക്സ് ഈസ് ഈക്വൽ ടു 10 നമ്പേഴ്സ്. അവിടെ നോക്കണം, ഫസ്റ്റത്തെ ഐറ്റത്തിന് മാത്രമേ ഉള്ളൂ 10 നമ്പേഴ്സ്, രണ്ടാമത്തേന് മാറ്റം വരുന്നുണ്ട്, അത് ശ്രദ്ധിക്കണം. ഓക്കെ. ഇനി അതിൻ്റെ പർച്ചേസ് പ്രൈസും സെല്ലിംഗ് പ്രൈസും കൊടുക്കുക, 15 and 20 അത് കൊടുക്കുക. ഓപ്പണിംഗ് ക്വാണ്ടിറ്റി ഒന്നും വരുന്നില്ല. ഇനി നമുക്ക് കൊടുക്കേണ്ട ടാക്സ് ആണ്, അതായത് വാറ്റിൻ്റെ ഫീച്ചർ കൊടുക്കാൻ വേണ്ടി വാറ്റിൻ്റെ ഫീച്ചർ ഓൺ ചെയ്യണം. അതിനുവേണ്ടി F11 പ്രസ് ചെയ്യുക. അതിൽ F3-ലാണല്ലോ നമുക്ക് ടാക്സ് സംബന്ധിച്ചിട്ടുള്ള ഫീച്ചറൊക്കെ വരുന്നത്. അപ്പോൾ F3 എന്നുള്ള സ്റ്റാറ്റ്യൂട്ടറി എന്നുള്ളതിനുള്ള F3 പ്രസ് ചെയ്യുക. അപ്പോൾ അവിടെ നമുക്ക് കാണാം എനേബിൾ വാല്യൂ ആഡഡ് ടാക്സ്, അതിന് നമ്മൾ എസ് കൊടുക്കുക. അതിൻ്റെ താഴെയുള്ളതിന് എസ് കൊടുക്കുക. ഇവിടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം എൻ്റർ ചെയ്യുക, സേവ് ചെയ്യുക, അല്ല Ctrl+A കൊടുക്കുക. ഇനി എസ്കേപ്പ് കൊടുത്താൽ നമുക്കിവിടെ അത് കൊടുക്കാനുള്ള ഡീറ്റെയിൽസ് വന്നിട്ടുണ്ടാവും. ഇവിടെ സെറ്റ് ഓർ അൾട്ടർ വാറ്റ് ഡീറ്റെയിൽസ് എന്നുള്ളിടത്ത് എസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എത്രയാണ് പെർസെൻറ്റേജ്, ഇവിടെ നമ്മൾ 5% ആണ്. 5% വാറ്റ് ഉണ്ടായിരുന്നു, പിന്നെ 14.5%, പിന്നെ അതുപോലെ 2%, അങ്ങനെ കുറേ ടൈപ്പ് വാറ്റ് പെർസെൻറ്റേജ് ഉണ്ട്. അപ്പോൾ ഇനി ബാക്കി കൂടുതൽ വരുന്ന വാറ്റ് പെർസെൻറ്റേജ് ഒക്കെ നമ്മൾ ഇനി അടുത്ത സമ്മിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ സമ്മിൽ നമ്മൾ 5% മാത്രമാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ എസ് കൊടുക്കുക. ഇവിടെ എസ് കൊടുത്തതിന് ശേഷം ഇവിടെ 5% കൊടുക്കുക. സെസ് ഉണ്ടെങ്കിൽ അതും കൊടുക്കുക. ഇത്രയും കൊടുത്തതിന് ശേഷം സേവ് ചെയ്യുക. ഓപ്പണിംഗ് ക്വാണ്ടിറ്റി ഒന്നും നമുക്ക് തന്നിട്ടില്ല, അതുകൊണ്ട് അത്രയും മതി. നെക്സ്റ്റ് വന്നിട്ട് ജോർഡൻ ഹാർഡ് ആണ്. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുക. ജോർഡൻ ഹാർഡ് JHX ആണ്, അതവിടെ കൊടുക്കുക. ഇതിൻ്റെ യൂണിറ്റ് എല്ലാം യൂണിറ്റ് നോസിൽ തന്നെയാണ് വരുന്നത്, നോസ് കൊടുക്കുക. ആൾട്ടർനേറ്റ് യൂണിറ്റ് PKT ആണ്. PKT എന്ന് വെച്ചാൽ പാക്കറ്റാണ്. അപ്പോൾ Alt+C യൂസ് ചെയ്തിട്ട് PKT എന്ന് ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ നമുക്ക് വേണമെങ്കിൽ പാക്കറ്റ് എന്ന് കൊടുക്കുക. ഓക്കെ, സേവ് ചെയ്യുക. ഇനി 1 പാക്കറ്റ് ഈസ് ഈക്വൽ ടു 50 നമ്പേഴ്സ്. ഇതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഓർമ്മയില്ലാണ്ട് പഴയ ഐറ്റത്തിന് കൊടുത്ത പോലെ 10 നമ്പേഴ്സിന് കൊടുക്കരുത്. ഇവിടെ ഒരു പാക്കറ്റ് എന്ന് പറഞ്ഞാൽ 50 പീസ് ഉണ്ടായിരിക്കും എന്നാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് തന്നെ കൊടുക്കുക. എന്നിട്ട് എൻ്റർ ചെയ്യുക. ഇവിടെ എസ് കൊടുക്കുക. അതിൻ്റെ പർച്ചേസ് പ്രൈസും അതിൻ്റെ സെല്ലിംഗ് പ്രൈസും കൊടുക്കുക, 20, 25. ഇവിടെ എസ് കൊടുക്കുക. ഐറ്റത്തിന് വരുന്ന ടാക്സ് ആയിരുന്നു വാറ്റ്, ഞാൻ കഴിഞ്ഞ സമ്മിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരുന്നു. അതുകൊണ്ട് ഓരോ ഐറ്റത്തിനും നമ്മൾ വാറ്റിൻ്റെ പെർസെൻറ്റേജ് കൊടുത്തിരിക്കണം. എന്നാൽ മാത്രമേ ഉള്ളൂ ആ ഐറ്റം ചെയ്യുമ്പോൾ നമുക്ക് ആ വാറ്റിൻ്റെ പെർസെൻറ്റേജും കൂടെ അവിടെ കാണിച്ചു തരുള്ളൂ. നെക്സ്റ്റ് ജോർഡൻ സോഫ്റ്റ് ആണ്. ജോർഡൻ സോഫ്റ്റ് കൊടുക്കുക. അതും JHX-ൽ തന്നെയാണ് വരിക. യൂണിറ്റ് നോസ് തന്നെയാണ് വരുന്നത്. ആൾട്ടർനേറ്റ് യൂണിറ്റ് ഇതിൽ പാക്കറ്റ് തന്നെയാണ് വരുന്നത്. 1 പാക്കറ്റ് ഈസ് ഈക്വൽ ടു 50 നമ്പർ, സെയിം ക്വാണ്ടിറ്റി തന്നെയാണ്, ചേഞ്ചസ് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ നമ്മളിവിടെ എസ് കൊടുക്കുക. ഇതിൻ്റെ പർച്ചേസ് പ്രൈസും സെല്ലിംഗ് പ്രൈസും കൊടുക്കുക, 17 and 22. എപ്പോഴും നമ്മൾ ഈ ഐറ്റം ക്രിയേഷൻ ചെയ്യുന്ന സമയത്ത് ഒന്ന് നല്ല കെയർഫുള്ളായിട്ട് ചെയ്യണം. കാരണം നമുക്ക് ഡിസ്പ്ലേയിൽ കാണിക്കില്ല. നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ലെഡ്ജറൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഡിസ്പ്ലേയിൽ കാണിക്കുന്നതുകൊണ്ട് നമുക്ക് നമ്മൾ ചെയ്തൊക്കെ ക്ലിയർ ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ പർച്ചേസ് പ്രൈസും സെല്ലിംഗ് പ്രൈസും ഒന്നും നമുക്ക് ഡിസ്പ്ലേയിൽ കാണിക്കില്ല. അപ്പോൾ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. പർച്ചേസ് പ്രൈസും സെല്ലിംഗ് പ്രൈസും ഒക്കെ ക്ലിയർ ആണോ എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ലെക്സിൻ്റെ ചെക്ക് ചെയ്തു. അടുത്ത് ഇതേപോലെ തന്നെ അടുത്ത ഐറ്റത്തിൻ്റെ സെലക്ട് ചെയ്യുക. ഇവിടെ അതേപോലെ
ജോർഡൻ സോഫ്റ്റ് അതിൻ്റെത് നോക്കുക, പർച്ചേസ് പ്രൈസ് 1722 കറക്റ്റാണ്. അതുപോലെ എല്ലാ ഐറ്റവും ഇതുപോലെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇതെന്തിനും നല്ലതാണ്, നമ്മൾ ഓർമ്മയില്ലാണ്ട് പ്രൈസ് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ സമ്മ് ടോട്ടലായിട്ട് മിസ്റ്റേക്കാണ് ഈ ഒരു കാരണം മതി. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ വൗച്ചറിലേക്ക് കിടക്കാം. അക്കൗണ്ടിങ് വൗച്ചറിൽ പോയി. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് പർച്ചേസ് ആണ്. 2 പർച്ചേസ് വരുന്നുണ്ട്. ആദ്യം നമ്മൾ പർച്ചേസ് ചെയ്യുന്ന വൈറ്റൽ ലാസിൻ്റെ അടുത്താണ്. അപ്പോൾ ആദ്യം നമ്മൾ ബിൽ നമ്പർ കൊടുക്കണം. അപ്പോൾ ബിൽ നമ്പർ കൊടുക്കാൻ വേണ്ടി ബിൽ നമ്പർ നമ്മളവിടെ ടൈപ്പ് ചെയ്തു. അതിനുശേഷം നമ്മൾ പാർട്ടീസ് അക്കൗണ്ട് നെയിം ആരുടെ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് വെച്ചാൽ ആ പാർട്ടീസ് അക്കൗണ്ട് നെയിം സെലക്ട് ചെയ്യുക. ഇനി ഐറ്റം നമ്മൾ എന്താണ് നമ്മൾ അവരുടെ നിന്ന് മേടിക്കണമെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. നമ്മൾ അവരുടെ നിന്ന് ലെക്സ് ആണ് മേടിക്കുന്നത്. അപ്പോൾ ലെക്സ് നമ്മൾ അവരുടെ നിന്ന് ടോട്ടൽ മേടിക്കുന്നത് 20 ബോക്സ് ആണ്. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സാധാരണ കൊടുക്കുന്ന പോലെ 20 എന്ന് കൊടുത്ത് എൻട്രി കൊടുത്ത് പോകാൻ പാടില്ല. അൾട്ടർനേറ്റ് യൂണിറ്റ് ഉള്ള സം ആയതുകൊണ്ട് 20 ബോക്സ് തന്നെ നമ്മൾ ടൈപ്പ് ചെയ്യാം. ഇത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 20 ബോക്സ് താഴെയായിട്ടും 200 നമ്പേഴ്സ് മുകളിലായിട്ടും അതിൻ്റെ റേറ്റൊക്കെ നമുക്കിവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. എൻ്റർ ചെയ്യുക. ഇവിടെ നമുക്കറിയാലോ പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ആൾട്ട് സി യൂസ് ചെയ്യുക. പർച്ചേസ് നമുക്ക് ജസ്റ്റ് കുറച്ചും കൂടി ഈസിയായി മനസ്സിലാക്കാൻ വേണ്ടി പർച്ചേസ് അറ്റ് അല്ലെങ്കിൽ പർച്ചേസ് വാറ്റ് അറ്റ് 5% കൊടുക്കുക. എന്നിട്ട് അണ്ടർ നിർബന്ധമല്ല, അങ്ങനെ കൊടുത്തോളണമെന്നൊന്നും നിർബന്ധമല്ല, പർച്ചേസിന് കൊടുത്താലും മതി. അണ്ടർ പർച്ചേസ് അക്കൗണ്ട് സെലക്ട് ചെയ്തു. നമ്മൾ എൻ്റർ കൊടുത്ത് ഇവിടെ അപ്ലിക്കബിൾ കൊടുക്കുക, ഇവിടെ എസ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ പർച്ചേസ് ടാക്സബിൾ എന്നുള്ളതിനെ സെലക്ട് ചെയ്യുക. ഇനി ടോട്ടൽ ടാക്സ് പെർസെൻറ്റേജ് എത്രയാണെന്ന് വെച്ചാൽ അതവിടെ കൊടുക്കുക. ഇപ്പോൾ നമ്മൾ 5% ആണ് ടാക്സ്, അപ്പോൾ അത് 5% അവിടെ കൊടുക്കുക. എൻ്റർ കൊടുക്കുക, സേവ് ചെയ്യുക. ഇനി എൻ്റർ ചെയ്ത് കഴിഞ്ഞ് ഇവിടെ അറിയാലോ എന്താ കൊടുക്കേണ്ടത്. നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എന്താ കൊടുക്കേണ്ടത്, അത് തന്നെ ഇൻപുട്ട് വാറ്റ് എന്നുള്ളതാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതും നമ്മൾ ചെയ്യാത്തത് കൊണ്ട് ആൾട്ട് സി യൂസ് ചെയ്യുക. ഇൻപുട്ട് വാറ്റ് എന്നുള്ളത് ക്രിയേറ്റ് ചെയ്യുക. ഇൻപുട്ട് വാറ്റ് അറ്റ് 5%. നമുക്കറിയാം വാറ്റ് വരുമ്പോൾ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ് എന്നുള്ളതിലാണ് വരുന്നത്. ടാക്സ് സംബന്ധിച്ചിട്ടുള്ള എല്ലാതും നമുക്ക് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സിലാണ് വരിക. ഇവിടെ വാറ്റിനെ സെലക്ട് ചെയ്യുക, ഇവിടെ 5% കൊടുക്കുക, ഇവിടെ നോട്ട് അപ്ലിക്കബിൾ സേവ് ചെയ്യുക. അപ്പോൾ നമുക്കതിൻ്റെ വാറ്റിൻ്റെ അമൗണ്ട് ഇവിടെ ഡിസ്പ്ലേയിൽ കാണിക്കും. എൻ്റർ ചെയ്യുക, സേവ് ചെയ്യുക. ന്യൂ റെഫറൻസ് കൊടുക്കുക, സേവ് ചെയ്യുക. നെക്സ്റ്റ് പർച്ചേസ് ഇതേപോലെ തന്നെ കിം എൻ്റർപ്രൈസ് എന്ന് പറയുന്ന ആളടുത്താണ് പർച്ചേസ് ചെയ്യുന്നത്. 102 ബിൽ നമ്പർ, പാർട്ടീസ് അക്കൗണ്ട് നെയിം കിം എൻ്റർപ്രൈസസ് ആണ്. കിം എൻ്റർപ്രൈസസ് ഇല്ല, അപ്പോൾ ഞാനത് ക്രിയേറ്റ് ചെയ്തു. അവർ നമുക്ക് സൺഡ്രി ക്രെഡിറ്റേഴ്സ് ആയിട്ടാണ് വരിക, പർച്ചേസ് ചെയ്യുന്ന ആളായതുകൊണ്ട്. എന്നിട്ട് സേവ് ചെയ്യുക. മെയിൻ്റനൻസ് ബാലൻസ് ബിൽ ബൈ ബില്ലിന് എസ് കൊടുക്കുക, ഇവിടെ കൺട്രോൾ എ കൊടുക്കുക. ഇനി അവരുടെ അടുത്ത് നമ്മൾ മേടിക്കുന്നത് ജോർഡൻ ഹാർഡാണ്. ജോർഡൻ ഹാർഡ് പർച്ചേസ് ചെയ്യുക. 20 പാക്കറ്റാണ്. അപ്പോൾ 20 PKT എന്ന് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അന്നെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് 20 പാക്കറ്റ് ഇൻറ്റു 50 ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് 1000 നമ്പേഴ്സ് ആയിട്ട് ഇവിടെ കാണിക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ച ക്രിയേറ്റ് ചെയ്ത് വെച്ച പർച്ചേസിനെ തന്നെ സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഇവിടെ നമ്മൾ എൻഡ് ഓഫ് ലിസ്റ്റിൽ വെച്ചിട്ട് ഇൻപുട്ട് വാറ്റിനെ സെലക്ട് ചെയ്യുക. അപ്പോൾ ടാക്സ് പെർസെൻറ്റേജ് വരുന്നുണ്ടോ എന്ന് നമ്മൾ ഇവിടെ കൺഫേം ചെയ്യണം. ഓക്കെ, എൻ്റർ ചെയ്യുക, സേവ് ചെയ്യുക. ന്യൂ റെഫറൻസ് കൊടുത്തിട്ട് സേവ് ചെയ്യുക. നെക്സ്റ്റ് ഒരു പർച്ചേസ് റിട്ടേൺ ഉണ്ട്. കൺട്രോൾ F9 കൊടുക്കുക, ഡെബിറ്റ് നോട്ട്. ഒന്നുകൂടെ പറയാം, പർച്ചേസ് റിട്ടേൺ സപ്പോസ് വന്നിട്ടില്ലെങ്കിൽ F11 ഫീച്ചേഴ്സ് പോയിട്ട് ഇവിടെ നമുക്ക് കാണാം 3 ഫീച്ചർ: യൂസ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് നോട്ട്, റെക്കോർഡ് ക്രെഡിറ്റ് നോട്ട് ഇൻവോയ്സ് മോഡ്, റെക്കോർഡ് ഡെബിറ്റ് നോട്ട് ഇൻ ഇൻവോയ്സ് മോഡ്. ഈ 3 ഓപ്ഷൻ എസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പർച്ചേസ് റിട്ടേൺ ഫീച്ചർ ഇവിടെ അവൈലബിൾ ആയിട്ട് വരും. ആദ്യം നമ്മളിവിടെ ഒറിജിനൽ ബിൽ നമ്പർ കൊടുക്കുക, 101. പാർട്ടീസ് അക്കൗണ്ട് നെയിം വൈറ്റൽ ദാസ് ആണ്. ഇനി നമ്മൾ എന്തായിട്ടാണ് വൈറ്റൽ ദാസ് നമ്മൾ ലെക്സ് തന്നെ മേടിച്ചിട്ടുള്ളത്. അതിൽ 20 നോസ് ആണ് റിട്ടേൺ ചെയ്തത്. 20 ബോക്സ് അല്ല, ശ്രദ്ധിക്കണേ. അവിടെ 20 എന്ന് വെറുതെ ടൈപ്പ് ചെയ്താൽ തന്നെ മതി. അവിടെ നമ്മൾ ബോക്സ് നോസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ ടൈപ്പ് ചെയ്താലും ഇല്ലെങ്കിലും അവിടെ വരുന്നത് നോസ് തന്നെയാണ് വരിക. അപ്പോൾ അതുകൊണ്ട് വെറുതെ 20 എന്ന് കൊടുത്ത് എൻ്റർ ചെയ്താലും നിങ്ങൾക്ക് വരും. കാരണം മുകളിൽ എപ്പോഴും വരിക യൂണിറ്റാണ്, താഴെയാണ് അൾട്ടർനേറ്റ് യൂണിറ്റ് വരിക. ഓക്കെ, അപ്പോൾ 20 നോസ് ആണ് റിട്ടേൺ, അതായത് 2 ബോക്സ് ആണ് റിട്ടേൺ. ഓക്കെ, അപ്പോൾ എൻ്റർ ചെയ്യുക. ഇവിടെയും പർച്ചേസ് വാറ്റ് എന്ന് മതി. പർച്ചേസ് റിട്ടേൺ ക്രിയേറ്റ് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പർച്ചേസിന് നമ്മൾ എന്ത് കൊടുത്തോ അതേ സെയിം ഡീറ്റെയിൽസ് തന്നെയാണ് അതിനും കൊടുക്കേണ്ടത്. ഇതേ കാര്യങ്ങൾ തന്നെയാണ് കൊടുക്കേണ്ടത്. ഇവിടെ അപ്ലിക്കബിൾ കൊടുക്കുക, ഇവിടെ എസ് കൊടുക്കുക, അവിടെ പർച്ചേസ് ടാക്സബിൾ എന്നുള്ളതിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക.
ഈ കൺഫ്യൂഷൻ ആവണ്ട, ഞാൻ ഇപ്പോൾ ജസ്റ്റ് പർച്ചേസ് തന്നെ സെലക്ട് ചെയ്യുന്നത്. എൻ്റർ ചെയ്യുക. ഇവിടെ നമുക്ക് ഇൻപുട്ട് വാറ്റിനെ സെലക്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ടാക്സ് എമൗണ്ടും കൂടെ വരും. റിട്ടേൺ ചെയ്യുമ്പോൾ ആ ടാക്സ് എമൗണ്ടും കൂടെ നമ്മൾ റിട്ടേൺ ആഡ് ചെയ്തിട്ടാണല്ലോ നമ്മൾ പർച്ചേസ് ചെയ്തത്. അപ്പോൾ റിട്ടേൺ ചെയ്യുമ്പോഴും റിട്ടേൺ ചെയ്യുന്ന സമയത്തും വാറ്റ് എമൗണ്ടിനും കൂടെ നമ്മൾ ആഡ് ചെയ്യണം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന റെൻസി എക്സ്പോർട്ടിനേഴ്സ് ഒരു സെയിൽസ് ആണ്. 10 ബോക്സ് നമ്മൾ ലെക്സ് സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ സെയിൽസ് വൗച്ചർ എടുക്കുക. അതിൽ ബിൽ നമ്പർ കൊടുക്കാനുള്ള ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഓപ്ഷൻ ആദ്യം എനേബിൾ ചെയ്യണം. അതിനുവേണ്ടി എസ്കേപ്പ് കൊടുക്കുക. ഇൻവെൻട്രി ഇൻഫോ പോവുക. വൗച്ചർ ടൈപ്സ് പോവുക. നമുക്ക് ഏത് വൗച്ചറിനെയാണ് എഡിറ്റ് ചെയ്യേണ്ട ആ വൗച്ചറിനെ സെലക്ട് ചെയ്യുക. അതിൽ മെത്തേഡ് ഓഫ് വൗച്ചർ നമ്പറിംഗ് എന്നുള്ളത് ഓട്ടോമാറ്റിക് മാറ്റി മാനുവൽ എന്നാക്കി കൊടുക്കുക. നമ്മൾ സേവ് ചെയ്യുക. എസ്കേപ്പ് കൊടുക്കുക. വീണ്ടും വൗച്ചറിലേക്ക് തന്നെ വരിക. സെയിൽസ് വൗച്ചർ ഇപ്പോൾ നമുക്ക് ബിൽ നമ്പർ കൊടുക്കാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആയിട്ട് വന്നു. ഇനി അവിടെ നമ്മൾ അതിൻ്റെ ബിൽ നമ്പർ കൊടുക്കുക. റെൻസി എക്സ്പോർട്ടേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അവർ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡെപ്റ്റാസ് ആയിട്ടാണ് നമുക്ക് വരിക. അപ്പോൾ ഡെപ്റ്റാസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക, സേവ് ചെയ്യുക. ഇനി നമുക്ക് ഐറ്റം ലെക്സ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ലെക്സിനെ നമ്മൾ ചൂസ് ചെയ്യാം. 10 ബോക്സ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ 10 ബോക്സ് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് മാത്രം ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എൻ്റർ ചെയ്യുക. ഇവിടെ നമ്മൾ സെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുക. സെയിൽസ് വാറ്റ് അറ്റ് 5%. സെയിൽസ് ലെഡ്ജറിൽ തന്നെയാണ് അതിൻ്റെ അണ്ടർ വരിക. സെയിൽസ് അക്കൗണ്ടിൽ തന്നെയാണ് അതിൻ്റെ അണ്ടർ വരിക. എസ്കേപ്പ് കൊടുക്കുക. അപ്ലിക്കബിൾ കൊടുക്കുക. ഇവിടെ എസ് കൊടുക്കുക. ഇവിടെ നമ്മൾ പർച്ചേസിന് പർച്ചേസ് ടാക്സിബിൾ കൊടുത്തതുപോലെ സെയിൽസിന് സെയിൽസ് ടാക്സിബിൾ എന്ന് കൊടുക്കുക. ഇവിടെ ടോട്ടൽ 5% സേവ് ചെയ്യാം. വളരെ സിമ്പിളാണ്. നമുക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. പർച്ചേസ് നമ്മൾ ഇൻപുട്ട് വാറ്റ് കൊടുത്ത സമയത്ത് സെയിൽസിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഔട്ട്പുട്ട് വാറ്റ് എന്നാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഔട്ട്പുട്ട് വാറ്റ് എന്നുള്ളതിനെ ചൂസ് ചെയ്യാം. ഔട്ട്പുട്ട് വാറ്റ് ചൂസ് ചെയ്യാൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആൾട്ട് സി യൂസ് ചെയ്തിട്ട് ഔട്ട്പുട്ട് വാറ്റ് എന്നുള്ളത് ക്രിയേറ്റ് ചെയ്യാം. ഔട്ട്പുട്ട് വാറ്റ് അറ്റ് 5%. അത് നമുക്ക് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ് എന്ന് പറഞ്ഞാൽ അണ്ടറിലാണ് വരുന്നത്. അത് സെലക്ട് ചെയ്യുക. ഇവിടെ വാറ്റ് എന്നുള്ളതിനെ സെലക്ട് ചെയ്യുക. ടോട്ടൽ %5 ഇവിടെ കൊടുക്കുക. സേവ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ടോട്ടൽ ടാക്സ് എമൗണ്ട് ഇവിടെ നമുക്ക് ഡിസ്പ്ലേയിൽ വന്നിട്ടുണ്ടാകും. എൻ്റർ ചെയ്യുക, സേവ് ചെയ്യുക. സെയിൽസ് ആയതുകൊണ്ട് ന്യൂ റെഫറൻസിൽ കൊടുക്കുക. ഇനി നമുക്കൊരു റെസിപ്റ്റ് ആണ്. രാംലാൽ ട്രേഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഓപ്പണിംഗ് ബാലൻസ് ഒരു 10,000 നമുക്ക് റിസീവ് ആകുന്നുണ്ട്. അപ്പോൾ റെസിപ്റ്റ് വൗച്ചർ എടുത്തു. അതിൽ നമ്മൾ രാംലാൽ ട്രേഡേഴ്സിനെ സെലക്ട് ചെയ്യുന്നു. ടോട്ടൽ രാംലാൽ ട്രേഡേഴ്സ് സെലക്ട് ചെയ്യാനുള്ള അഗെയിൻസ്റ്റ് റെഫറൻസിൽ നമുക്ക് കാണിച്ചു തരും 20,000 ആണ്. അതിൽ നമുക്ക് 10,000 ആണ് റിസീവ് ചെയ്യുന്നത്. ആ 10,000 നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്യുക. ക്യാഷ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ക്യാഷ് നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ സേവ് ചെയ്യുക. ഇനി അടുത്തതൊരു സെയിൽസ് ആണ്. ഹാൻഡ് ആൻഡ് റൈഡിങ്ങിന് ഒരു സെയിൽസ് നമ്മൾ ചെയ്യുകയാണ്. അതിൻ്റെ ബിൽ നമ്പർ വന്നിട്ട് നമുക്ക് 4002 ആണ് ബിൽ നമ്പർ. ബിൽ നമ്പർ 4002 കൊടുക്കുക. അതിനുശേഷം ഹാൻഡ് ആൻഡ് റൈഡിങ്ങിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഹാൻഡ് ആൻഡ് സൺഡേ ഡെപ്റ്റാസ് ആയിട്ടാണ് നമുക്ക് വരിക. അവിടെ കൊടുക്കുക, സേവ് ചെയ്യുക. ഇത് നമ്മൾ ഐറ്റം സെലക്ട് ചെയ്യുക. എന്താണ് നമ്മൾ ഹാൻഡ് ആൻഡ് റൈഡിങ്ങിന് സെയിൽ ചെയ്യുന്നത് വെച്ചാൽ ജോർഡൻ ഹാർഡാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ജോർഡൻ ഹാർഡ് സെലക്ട് ചെയ്യുക. അത് 8 പാക്കറ്റാണ്. അപ്പോൾ 8 PKT എന്ന് കൊടുക്കുക. അപ്പോൾ അവിടെ 400 നമ്പേഴ്സായിട്ട് കാണിക്കും. സെയിൽസ് തന്നെയാണ് നമുക്കറിയാം. ഇവിടെ ഔട്ട്പുട്ട് വാറ്റ് എന്നുള്ളതിനെ സെലക്ട് ചെയ്യുക, സേവ് ചെയ്യുക. നെക്സ്റ്റ് റെൻസി എക്സ്പോർട്ടേഴ്സിൻ്റെ അടുത്ത് ക്യാഷ് റിസീവ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ റെസിപ്റ്റ് എടുത്തു. അതിൽ റെൻസി എക്സ്പോർട്ടേഴ്സിനെ നമ്മൾ ചൂസ് ചെയ്തു. അതിൽ നമുക്ക് ടോട്ടൽ 2100 തരാനുണ്ട്. അതിൽ നമുക്ക് 1500 ആണ് അവരിപ്പോൾ തരുന്നത്. അതവിടെ കൊടുക്കുക. നമുക്ക് ക്യാഷ് ആയിട്ട് തന്നെയാണ് റിസീവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്യാഷ് എന്നുള്ളത് സെലക്ട് ചെയ്യുക, സേവ് ചെയ്യുക. ഇനി വൈറ്റൽ ദാസിന് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഒരു 30,000 പേ ചെയ്യുന്നുണ്ട്. അപ്പോൾ പേയ്മെൻറ്റ് എടുക്കുക. വൈറ്റൽ ദാസിനെ ചൂസ് ചെയ്യുക. വൈറ്റൽ ദാസിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ് കൊടുക്കുന്നതെന്ന് പറയുന്നത്. 70,000 ടോട്ടൽ കൊടുക്കാനുണ്ട്. അതിൽ നമ്മളൊരു 30,000 ആണ് ഇപ്പോൾ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ 30,000 അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ക്യാഷ് ആണോ ചെക്കാണോ നോക്കുക. ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ക്യാഷ് സെലക്ട് ചെയ്യുക, സേവ് ചെയ്യാം. നെക്സ്റ്റ് ജോർഡൻ സോഫ്റ്റ് നമ്മളൊരു 250 നമ്പേഴ്സ് വൈറ്റൽ ദാസിൻ്റെ അടുത്ത് പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പർച്ചേസ് വൗച്ചർ എടുക്കുക.
ബിൽ നമ്പർ 103 വൈറ്റൽദാസ് പാർട്ടീസ് അക്കൗണ്ട് നെയിമിൽ വൈറ്റൽദാസിന് സെലക്ട് ചെയ്യുക, കൺട്രോൾ എ കൊടുക്കുക. ഐറ്റം വന്നിട്ട് ജോർഡൻ സോഫ്റ്റ് ആണ്. 250 നമ്പേഴ്സിലാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് 250 എന്ന് കൊടുത്താൽ മതി. എൻ്റർ ചെയ്യുക. ഇവിടെ പർച്ചേസ് എന്നുള്ളതിന് ആൾറെഡി നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇവിടെ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുക, സേവ് ചെയ്യുക. ന്യൂ റെഫറൻസ് കൊടുക്കുക, സേവ് ചെയ്യുക. പിന്നെ നമുക്ക് സെയിൽസ് ആണ് വരുന്നത്. ജോർഡൻ സോഫ്റ്റ് സെയിൽ ചെയ്യുന്നുണ്ട് നമ്മൾ. റൻസി എക്സ്പോർട്ടേഴ്സിനാണ് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ 4003 ആണ് ബിൽ നമ്പർ. റൻസി എക്സ്പോർട്ടേഴ്സ് സെലക്ട് ചെയ്യുക, കൺട്രോൾ എ കൊടുക്കുക. ജോർഡൻ സോഫ്റ്റ് ആണ്. ജോർഡൻ സോഫ്റ്റ് നമ്മൾ റൻസി എക്സ്പോർട്ടേഴ്സിന് സെയിൽ ചെയ്യുന്നത് ജസ്റ്റ് 200 നമ്പേഴ്സിലാണ്. അപ്പോൾ ശരിക്കും ശ്രദ്ധിക്കണം. ഇവിടെ അൾട്ടർനേറ്റ് യൂണിറ്റും കൂടെ വരുന്നതുകൊണ്ടാണ് ഈ രണ്ട് ഓപ്ഷനെ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഒന്ന് ഐറ്റം കൊടുക്കുന്ന സമയത്തും രണ്ടാമത് ടാക്സ് സെലക്ട് ചെയ്യുന്ന സമയത്തും. സെയിൽസ് കൊടുക്കുക, ഇവിടെ ഔട്ട്പുട്ട് ആയിട്ട് കൊടുക്കുക, സേവ് ചെയ്യുക. കഴിഞ്ഞ വർഷത്തെ റെൻ്റ് ഉണ്ടായിരുന്നു, അത് നമ്മൾ പേ ചെയ്യണം. അപ്പോൾ സെറ്റിൽ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് പേയ്മെൻറ്റ് എടുക്കുക. റെൻ്റ് ഔട്ട്സ്റ്റാൻഡിങ് ആയതുകൊണ്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുക. റെൻ്റ് ഔട്ട്സ്റ്റാൻഡിങ് എടുക്കുക. 1000 റുപ്പീസ് നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. അത് നമ്മൾ സെറ്റിൽ ചെയ്തു എന്ന് പറയുന്നത്. അപ്പോൾ 1000 ഇവിടെ സെലക്ട് ചെയ്യുക. ക്യാഷ് ആയിട്ടാണ് നമ്മൾ സെറ്റിൽ ചെയ്യുന്നത്. അപ്പോൾ ക്യാഷിനെ സെലക്ട് ചെയ്യുക, സേവ് ചെയ്യുക. അടുത്ത റെസിപ്റ്റ് വൗച്ചർ എടുക്കുക. ഹാൻഡ് ആൻഡ് റൈഡിങ്ങിനെ സെലക്ട് ചെയ്യുക. അഗെയിൻസ്റ്റ് റെഫറൻസ് പോയി കഴിഞ്ഞാൽ അവർ എമൗണ്ട് എത്രയാണെന്നുള്ളത് കാണിക്കും. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. അതിൽ 10,500 അവർ തരാനുണ്ട്, പക്ഷേ 8,000 തന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 8,000 നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ക്യാഷ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ക്യാഷിനെ സെലക്ട് ചെയ്യുക. ഇനി ക്യാഷ് വിത്ഡ്രോ ഫ്രം കനറ ബാങ്ക് ഒരു 10,000. അപ്പോൾ നമുക്കറിയാം വിത്ഡ്രോ ബാങ്കിൽ നിന്ന് വിത്ഡ്രോ ആയതുകൊണ്ട് കോൺട്രാ വൗച്ചർ എടുക്കുക. ക്യാഷ് വിത്ഡ്രോ ആയതുകൊണ്ട് ക്യാഷ് ഡെബിറ്റിലും കനറ ബാങ്ക് ക്രെഡിറ്റിലും. കനറ ബാങ്ക് ക്രെഡിറ്റിൽ സെലക്ട് ചെയ്ത് 10,000 കൊടുക്കുക. ഇവിടെ ക്യാഷ് സേവ് ചെയ്യാം. നെക്സ്റ്റ് സാലറി സ്റ്റാഫുകൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്കറിയാം സാലറി പെയ്ഡ് എന്നൊക്കെ വന്നാൽ നമുക്ക് പേയ്മെൻറ്റിൽ തന്നെയാണ് ചെയ്യാനുണ്ടാവുക. അപ്പോൾ പേയ്മെൻറ്റ് എടുക്കുക. അവിടെ നമ്മൾ ആൾട്ട് സി യൂസ് ചെയ്തിട്ട് സാലറി എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യുക. സാലറി നമുക്കറിയാലോ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടാണ് വരിക. എന്നിട്ട് നമ്മളത് എൻ്റർ ചെയ്ത് സേവ് ചെയ്യുക. ഇതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ വേറൊരു ഓപ്ഷൻ നമ്മൾ കൊടുക്കണം. കാരണം ഈ സാലറി നമ്മൾ സ്റ്റാഫിന് കൊടുക്കുന്നത് ഡിവൈഡ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ പഠിച്ചു ഓൾറെഡി. പിന്നെ കോൾ സെൻറ്റർ അതുപോലെ സെയിൽസ് റെപ്പ് ഇതിലൊക്കെ നമ്മൾ പഠിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ആ കോൾ സെൻറ്റർ എന്നുള്ള ഫീച്ചർ ഓൺ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ വെച്ചിട്ട് തന്നെ F11 പ്രസ് ചെയ്യുക. അതിൽ F1 അക്കൗണ്ടിങ് ഫീച്ചർ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അക്കൗണ്ടിങ് ഫീച്ചർ തന്നെയാണ് ഓപ്പൺ ആയിട്ടുള്ളത്. അതിൽ നമ്മൾ എൻ്റർ ചെയ്ത് വരുന്ന സമയത്ത് നമുക്കിവിടെ കാണാം മെയിൻറ്റെയിൻ കോസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ. അതിന് നമ്മൾ എസ് കൊടുക്കുക. അതിൻ്റെ താഴെ ഓരോ ഓപ്ഷൻ കഴിഞ്ഞിട്ട് അതിൻ്റെ താഴായിട്ട് കാണാം മെയിൻറ്റെയിൻ മോർ ദാൻ 1 പേറോൾ ഓർ കോസ്റ്റ് കാറ്റഗറി എന്നുള്ള ആ ഓപ്ഷന് എസ് കൊടുക്കുക. ഈ രണ്ട് ഓപ്ഷൻ എനേബിൾ ചെയ്തതിന് ശേഷം കൺട്രോൾ എ കൊടുക്കുക. നമുക്കിവിടെ കോസ്റ്റ് സെൻറ്ററിൻ്റെ ഓപ്ഷൻ ഇവിടെ എനേബിൾ ആയിട്ട് കാണാം. അപ്പോൾ അതിന് എസ് കൊടുക്കുക. അത് ഓട്ടോമാറ്റിക് ഇപ്പോൾ എസ്സിലാണ് ഉള്ളത്. അപ്പോൾ നമ്മളത് അങ്ങനെ നിലനിർത്തിക്കൊണ്ട് സേവ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ സാലറി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. സാലറി ഇവിടെ നമ്മൾ അമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലേ ഇങ്ങനൊരു ഓപ്ഷൻ വരും. അപ്പോൾ ഇവിടെ നമ്മൾ എൻ്റർ ചെയ്യുക. കാറ്റഗറിയാണ് ആദ്യം ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് സ്റ്റാഫുകൾക്കാണ്. അപ്പോൾ കാറ്റഗറിയിൽ പോയിട്ട് സ്റ്റാഫ് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യുക. ആൾട്ട് സി യൂസ് ചെയ്തിട്ട് എല്ലാം ആൾട്ട് സി ഉപയോഗിച്ചാൽ മതി. കാരണം ഇതൊന്നും നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടില്ലല്ലോ. ഇനി അടുത്തത് ചെയ്യേണ്ടത് കോസ്റ്റ് സെൻറ്റർ ആണ്. കോസ്റ്റ് സെൻറ്റർ എന്ന് വെച്ചാൽ സ്റ്റാഫുകൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ അവരെ പേര് ക്രിയേറ്റ് ചെയ്യുന്നതാണ് കോസ്റ്റ് സെൻറ്റർ. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ആൾട്ട് സി യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം കാറ്റഗറിയാണ് ചോദിക്കുന്നത്. നേരെ വരെ പേരിവിടെ ടൈപ്പ് ചെയ്യരുത്. കാറ്റഗറി ചോദിക്കുന്നുണ്ടാവും. കാറ്റഗറി ഉള്ളിടത്ത് സ്റ്റാഫിനെ സെലക്ട് ചെയ്തതിന് ശേഷം ഇനി പേരുകൾ കൊടുക്കുക. മോഹൻ എന്നുള്ള പേര് കൊടുക്കുക, സേവ് ചെയ്യുക. അടുത്ത ആളെ പേരും അതേപോലെ കൊടുക്കുക. സോറി മോഹൻ എന്ന് കൊടുക്കുക. എന്നിട്ട് മോഹൻ്റെ അമൗണ്ട് കൊടുക്കണം. മോഹൻ്റെ അമൗണ്ട് 5,000 ആണ്. ഇനി അടുത്ത ആളെ അതേപോലെ ആൾട്ട് സി യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കാറ്റഗറിയിൽ വന്നിട്ടുണ്ടാവും സ്റ്റാഫ് എന്നുള്ളത്. അതുകൊണ്ട് പിന്നെ നമ്മൾ സെലക്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ രണ്ടുപേരും അമൗണ്ട് വന്നു. ക്രെഡിറ്റ് നമ്മൾ ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ക്യാഷ് നമ്മൾ സെലക്ട് ചെയ്യുക, സേവ് ചെയ്യുക.
ഇനി നമുക്കൊരു സാലറി അഡ്ജസ്റ്റ്മെന്റ്സ് ആണ് ഇനിയുള്ളത്, സാലറി ഔട്ട്സ്റ്റാൻഡിങ്. അപ്പോൾ ഈ വർഷത്തിൽ സാലറി നമുക്കൊരു 10,000 കൊടുക്കാനുണ്ട്, അതുപോലെ ഡെപ്രിസിയേഷൻ കണ്ടുപിടിക്കാനും ഉണ്ട്. അപ്പോൾ സാലറി ഔട്ട്സ്റ്റാൻഡിങ് നമുക്ക് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ജേണൽ വോച്ചർ എടുക്കണം. ഇപ്പോൾ സാലറി എന്നുള്ളത് നമ്മൾ ആൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ചൂസ് ചെയ്താൽ നമുക്ക് ചെറിയൊരു പ്രശ്നം വരും, കാരണം അതിൻ്റെ കൂടെ കാറ്റഗറി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് പുതിയൊരു സാലറി എന്ന് പറഞ്ഞിട്ട് ഒന്നിനെ ക്രിയേറ്റ് ചെയ്യാം. സാലറി 2 ഡയറക്റ്റ് എക്സ്പെൻസ് തന്നെ. മറ്റേ നമ്മൾ ഈ ഓപ്ഷൻ എസ് കൊടുത്തിട്ടല്ല ചെയ്തിരുന്നത്, ഇതിന് നമുക്ക് നോ കൊടുക്കാം. എന്നിട്ട് നമ്മൾ അതിൻ്റെ അമൗണ്ട് 10,000 സാലറി ഔട്ട്സ്റ്റാൻഡിങ്ങിന് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. സാലറി ഔട്ട്സ്റ്റാൻഡിങ് ഇതെന്താവും, അടുത്ത വർഷത്തിലേക്ക് നമുക്ക് ഓപ്പണിംഗ് ബാലൻസിലായിട്ട് ഈ അമൗണ്ട് കാണിച്ചു തരും. കറണ്ട് ലയബിലിറ്റീസിൽ കൊടുക്കുക, സേവ് ചെയ്യാം. അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇത്രയും ചെയ്യാം. നെക്സ്റ്റ് വന്നിട്ട് ഡെപ്രിസിയേഷൻ ആണ്. ഡെപ്രിസിയേഷൻ ഇതേപോലെ ആൾട്ട് സി യൂസ് ചെയ്യുക. സെയിം ജേണൽ വോച്ചർ തന്നെയാണ് ഡെപ്രിസിയേഷൻ ചെയ്യേണ്ടത്. ഡെപ്രിസിയേഷൻ ഇൻഡയറക്റ്റ് എക്സ്പെൻസിലാണ് നമുക്ക് വരിക, അതിൻ്റെ അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൊടുക്കുക, സേവ് ചെയ്യുക. ടോട്ടൽ എമൗണ്ട് നമുക്ക് അറിയാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും ഒരു വാല്യൂ കൊടുക്കുക. ഇനി നെക്സ്റ്റ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആണ്. ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ 10% എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 3,30,000 10% എന്ന് പറയുമ്പോൾ 33,000 ആണ് നമുക്ക് വരിക. അടുത്തത് ഫർണിച്ചർ ആണ്. ഫർണിച്ചർ 15% ആണ് വരിക. അപ്പോൾ ഫർണിച്ചർ 15% എന്ന് പറയുമ്പോൾ 50,000 15% എന്ന് പറയുമ്പോൾ നമുക്ക് 7,500. ഇതൊക്കെ ഓൾറെഡി നമ്മൾ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് 40,500 ആണ് ടോട്ടലായിട്ട് വരിക. ആ അമൗണ്ട് ഇവിടെ കൊടുക്കുക. അറിയാത്തവർക്ക് വേണം ഒന്നുകൂടെ പറഞ്ഞുതരാം. കാൽക്കുലേറ്റർ ഓൺ ചെയ്യുക, Ctrl+N യൂസ് ചെയ്താൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഓപ്പൺ ചെയ്യാൻ പറ്റും. അതിൽ പോയിട്ട് ഫർണിച്ചറിൻ്റെ വാല്യൂ 50,000 ആണ്. ആ 50,000 15% കണ്ടുപിടിക്കുക. 15/100 അതാണ് 7,500 ഞാനിവിടെ കൊടുത്തിട്ടുള്ള അമൗണ്ട്. ഓക്കെ, 10% കണ്ടുപിടിക്കുന്നത് നമുക്ക് ഈസിയാണ്. 0 വരുന്ന വാല്യൂസുകളാണെങ്കിൽ ഒരു 0 കട്ട് ചെയ്താൽ നമുക്ക് അതിന് 10% കിട്ടി. അപ്പോൾ ടോട്ടൽ 40,500 ആണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റർ കൊടുക്കുക, സേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതോടുകൂടെ നമ്മൾ സമ്മ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ആൻസർ നോക്കണം. അതിനുവേണ്ടി എസ്കേപ്പ് കൊടുക്കുക. ആദ്യം പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ട് പോവാം. 57,000 നെറ്റ് ലോസ് ആണ്. കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അത്രയും എമൗണ്ട് നമുക്ക് നഷ്ടത്തിലാണ് പോകുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ വാറ്റ് റിപ്പോർട്ട് നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അറിയാലോ, ഡിസ്പ്ലേ പോവുക, സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്, ഇവിടെ വാറ്റ് ഫോം 10. അപ്പോൾ 527.50 വാറ്റ് റീഫണ്ടബിൾ എന്ന് നമുക്ക് കാണാം. കാരണം കഴിഞ്ഞ സമ്മിൽ നമുക്ക് വാറ്റ് പേബിൾ ആയിരുന്നു ഈ സ്ഥലത്തുണ്ടായിരുന്നത്. പക്ഷേ ഈ അതേ സ്ഥാനത്ത് ഇന്നുള്ളത് നമുക്ക് വാറ്റ് റീഫണ്ടബിൾ എന്ന് എഴുതിയിട്ട് 527.50 എന്നാണ് നമുക്ക് കാണിക്കുന്നത്. ഇതെന്തുകൊണ്ട് വന്നു, എന്താണ് വാറ്റ് റീഫണ്ടബിൾ എന്നതിനെക്കുറിച്ച് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് തരാം. അതായത് ഞാൻ കഴിഞ്ഞ സമ്മിൽ പറഞ്ഞിരുന്നു, ഇതാണ് നമ്മൾ ടോട്ടൽ സെയിൽ ചെയ്ത അമൗണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ടോട്ടൽ ഗവൺമെൻറ് നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ട അമൗണ്ട്. ഇത്രയും എമൗണ്ടാണ് 820 എന്ന് പറയുന്നതാണ് നമ്മൾ ഗവൺമെൻറ്റിന് ടാക്സ് കൊടുക്കേണ്ട അമൗണ്ട്, ടോട്ടൽ എമൗണ്ട്. അതായത് നമുക്ക് സെയിൽ ചെയ്ത് കിട്ടിയ വരുമാനത്തിൻ്റെ ടാക്സ്, സെയിൽ ചെയ്ത ഐറ്റത്തിൻ്റെ കിട്ടിയ വരുമാനത്തിൻ്റെ ടാക്സ് ആണ് 820 എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ആക്ച്വലി നമ്മൾ ഗവൺമെൻറ്റിന് കൊടുക്കേണ്ടത്. പക്ഷേ പർച്ചേസ് ചെയ്തപ്പോൾ നമ്മൾ ഈ സാധനങ്ങൾ മേടിക്കുകയല്ലേ, അപ്പോൾ നമ്മൾ ടാക്സ് കൊടുക്കുകയല്ലേ. അപ്പോൾ ടാക്സ് പർച്ചേസ് ചെയ്ത് ടോട്ടൽ ഇത്രയും എമൗണ്ടിനാണ്. അപ്പോൾ ആ പർച്ചേസ് ചെയ്ത സമയത്ത് നമ്മൾ ഇത്രയും എമൗണ്ട് നമ്മൾ ടാക്സ് പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും എന്ത് ചെയ്യണം, ഗവൺമെൻറ് നമുക്ക് റീഫണ്ട് ചെയ്യാനാണ് ഉണ്ടാവുക. കാരണം ഇത്രയും എമൗണ്ട് നമുക്ക് റീഫണ്ട് ചെയ്യാനാണ് ഉണ്ടാവുക. അത് ഗവൺമെൻറ് നമുക്കപ്പോൾ വിളിച്ച് തരുമൊന്നുമില്ല. എന്ത് ചെയ്യും, നമ്മൾ നെക്സ്റ്റ് എപ്പോഴാണോ, ചിലപ്പോൾ 3 മാസം 4 മാസത്തിലൊക്കെ നമ്മൾ എപ്പോഴാണോ വാറ്റ് സബ്മിറ്റ് ചെയ്യുക, ആ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ എമൗണ്ട് നമുക്ക് ലെസ് ആവും. അപ്പോൾ എപ്പോഴാണ് അധികം വാറ്റ് റീഫണ്ടബിൾ ഉണ്ടാവുക, നമ്മളെ കമ്പനി അധികം ലോസിൽ പോകുന്ന സമയത്തായിരിക്കും റീഫണ്ടബിൾ ഉണ്ടാവുക. അതായത് സെയിൽസ് കുറഞ്ഞ് പർച്ചേസ് കൂടുതലാവുന്ന സമയത്തായിരിക്കും അധികം വാറ്റ് റീഫണ്ടബിൾ ഉണ്ടാവുക. നോക്കിയപ്പോൾ ഇവിടെ സെയിൽസ് ഇല്ല, സെയിൽസ് വളരെ കുറവാണ്, പർച്ചേസാണ് കൂടുതൽ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ടാക്സ് നമ്മൾ കൂടുതൽ കെട്ടിയിട്ടുണ്ട്, പക്ഷെ നമുക്ക് ആകെ എത്ര എമൗണ്ടേ കിട്ടിയിട്ടുള്ളൂ ടാക്സ്. അപ്പോൾ ഈ എമൗണ്ട് നമുക്ക് ഗവൺമെൻറ് തരണം. അപ്പോൾ ഈ എമൗണ്ട് നെക്സ്റ്റ് എപ്പോഴാണ് നമ്മൾ ടാക്സ് കെട്ടാൻ പോകുന്നതെന്ന് വെച്ചാൽ ആ സമയം ഈ എമൗണ്ട് നമുക്ക് ലെസ് ആവും. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെ വാറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് മാത്രം നോക്കാം. ഇതിൽ റെസിപ്റ്റ് ഒന്നും നമുക്ക് ചെയ്യേണ്ട, ശരിക്കും നമുക്ക് തരാനുള്ളതായിട്ടല്ലേ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് റെസിപ്റ്റ് തനിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മളിത് ചെയ്യേണ്ടത്, അപ്പോൾ ഈ എമൗണ്ടൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക.
കാൽക്കുലേറ്റർ ഓൺ ചെയ്തിട്ട് വേണമെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് നോട്ട് ചെയ്ത് വെക്കാം. 820 പ്ലസ് 1347.50. കാൽക്കുലേറ്റർ ക്ലോസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എസ്കേപ്പ് കൊടുത്ത് അക്കൗണ്ടിങ് വൗച്ചറിലേക്ക് വരിക. ജേണൽ ഓക്കെ, നമുക്ക് ഇനി അപ്പോൾ വാറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സമ്മിൽ ചെയ്ത പോലെ തന്നെയാണ് അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഡെബിറ്റിൽ നമുക്ക് ഔട്ട്പുട്ട് വാറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. 820 എന്നുള്ളതാണ് അതിന് ഡെബിറ്റ് എമൗണ്ട്. ക്രെഡിറ്റിൽ നമുക്ക് ഇൻപുട്ട് വാറ്റ് നമ്മൾ ആൾറെഡി കാൽക്കുലേറ്ററിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1347.50. കാൽക്കുലേറ്റർ ഓൺ ചെയ്തിട്ട് ഓഫ് ചെയ്യാം. അമൗണ്ട് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ടൊരു സംഭവം കാണാം. സാധാരണ നമുക്ക് ഇനി ഇവിടെ നമ്മൾ കഴിഞ്ഞ സമയം നമ്മൾ വാറ്റ് പേബിൾ എന്നായിരുന്നു കൊടുത്തിരുന്നത്. ഇതിൽ നമ്മൾ ചെയ്യുമ്പോൾ വാറ്റ് റീഫണ്ടബിൾ ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ വാറ്റ് റീഫണ്ടബിൾ കറണ്ട് അസറ്റിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. കാരണം ഗവൺമെൻറ് നമുക്ക് കിട്ടാനുള്ള എമൗണ്ട് അല്ല. അപ്പോൾ വാറ്റ് റീഫണ്ടബിൾ എന്ന് എഴുതുക. ആ 527.50 ഓട്ടോമാറ്റിക് ഡെബിറ്റിൽ വരും. ഇതെന്തുകൊണ്ട് ഡെബിറ്റിൽ വന്നു എന്ന് കൺഫ്യൂഷൻ ഉള്ളവർക്ക് ഒന്ന് ചെറുതായി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അതായത് നമ്മൾ ഈ ഡെബിറ്റ് ക്രെഡിറ്റ് എമൗണ്ട് എപ്പോഴും ഈക്വൽ ആയിട്ട് വരണം. ഏത് ഭാഗത്താണോ വാല്യൂ കുറവുള്ളത് ആ ഭാഗത്തേക്കാണ് ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത എൻട്രി വരിക. നമ്മൾ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും അങ്ങനെ വരും. വാറ്റ് പേബിൾ വരുമ്പോൾ ക്രെഡിറ്റിലായിരിക്കും ഉണ്ടാവുക, വാറ്റ് റീഫണ്ടബിൾ ഉണ്ടാകുമ്പോൾ ഡെബിറ്റിലായിരിക്കും ഉണ്ടാവുക. പക്ഷേ മുകളിലത്തെ എൻട്രി എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കണം. ഔട്ട്പുട്ട് വാറ്റ് ഡെബിറ്റും ഇൻപുട്ട് വാറ്റ് ക്രെഡിറ്റും. ഇത്രയും ചെയ്യുക, സേവ് ചെയ്യാം. നമ്മൾ എസ്കേപ്പ് കൊടുത്ത് ബാലൻസ് ഷീറ്റ് നോക്കാം. ബാലൻസ് ഷീറ്റ് ഇപ്പോൾ അമൗണ്ട് നമുക്ക് കറക്റ്റായി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും 1000 നന്ദി അറിയിക്കുന്നു. ഇതുവരെ നിങ്ങൾ ചെയ്ത എല്ലാ സപ്പോർട്ടിനും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. തുടർന്നും എല്ലാവിധ പിന്തുണയും സപ്പോർട്ടും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണമെന്ന് അറിയിക്കുന്നു. ഒരു കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ക്വസ്റ്റ്യനെ സംബന്ധിച്ചിട്ടുള്ള സംശയങ്ങളോ അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യനോ നിങ്ങൾക്ക് കറക്റ്റായി കിട്ടണമെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടെലഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കാരണം വാട്സപ്പിൽ നമുക്ക് വലിയ ഫയലൊന്നും അധികം സെൻഡ് ചെയ്യാൻ കഴിയില്ല. ടെലഗ്രാം ലിങ്കിൽ ഞാൻ ടാലിയുടെ എഡ്യൂക്കേഷൻ വേർഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഒരു സിസ്റ്റം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാം. അതുപോലെ ഞാൻ ഇതുവരെ ചെയ്ത എല്ലാ സമ്മിൻ്റെ ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ അതെടുത്തിട്ട് നിങ്ങൾക്ക് ക്ലിയറായി ചെയ്ത് തന്നെ നോക്കി പ്രാക്ടീസ് ചെയ്യാം. വീഡിയോയുമായി നിങ്ങളുമായി കണ്ടുമുട്ടുന്നവരെല്ലാവരോടും ബൈ.